രേണുസുധിയുടെ അച്ഛൻ ഇന്നൊരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കുകയുണ്ടായി. ആ ഒരു ഭാഗം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കിക്കേ. ആളും മരിച്ചുപോയി കഴിയുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് വന്നിട്ട് ഒരു വെറും കള്ളനും കള്ളിയാക്കുന്ന ആ സ്വഭാവക്കാർ ഒരിക്കലും ആർക്കും ഇത് വെച്ച് കൊടുക്കരുത്. ദൈവമേ, ആരും ഞങ്ങളെപ്പോലെ ഇതുപോലൊരു അവസരത്തിൽ ചെന്ന് വരുത്തരുന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. കാരണം അതിന്റെ വേദന ഞങ്ങൾക്കറിയാം. പറഞ്ഞത് കേട്ടോ, ആർക്കും ഇതുപോലെ സഹായം ചെയ്യരുതേ, അല്ലെങ്കിൽ സഹായം സ്വീകരിക്കരുതേ എന്ന്. എന്തൊരു മനസ്സാണല്ലേ. ഇപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ സഹായമൊക്കെ വാങ്ങിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അത്ര പെർഫെക്ഷൻ ഒന്നും മീൻസ് എല്ലാം നല്ലതാക്കി കൊടുക്കണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ എങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോരായ്മ വന്നതിൻ്റെ പേരിൽ മൊത്തത്തിൽ ആളുകളെ അടച്ചാക്ഷേപിക്കേണ്ടത് കേട്ടോ. ആളുകൾ ചോദിക്കുന്നുവത്രേ, അല്ലെങ്കിൽ ആളുകൾ പറയുന്നുവത്രേ, ആ വീട്ടിൽ ആരാണ് താമസിക്കുന്നതെന്ന്. ശരിക്കും ആ വീട്ടിൽ താമസിക്കാൻ അർഹതയുള്ളത് രേണുസുധിയുടെ അമ്മയ്ക്കും മൂത്ത മകനും ഇളയ മകനും നമ്മുടെ രേണുസുധിക്കുമാണ്. പക്ഷെ ഇപ്പോൾ അവിടെ ആരാണ് താമസിക്കുന്നത്? രേണുസുധിയും ഇളയ മകനും മറ്റ് വീട്ടുകാരും. അപ്പൊ ആൾക്കാർ പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല അല്ലേ. ലോകരും ഈ ഫിറോസും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. 5 വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിന്റെ കാര്യം ഇവരാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ആരവനെ സംരക്ഷിക്കും? പറയുന്നില്ല, അവൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കാൻ. കുഞ്ഞിനെ സംരക്ഷിക്കണം എന്ന് ഇവർ പറയുന്നു. നാട്ടുകാരാണോ നിങ്ങളുടെ കുട്ടിയെ സംരക്ഷിക്കേണ്ടത്? അല്ലല്ലോ. സ്വന്തമായിട്ട് കുട്ടിയുണ്ടെങ്കിൽ സ്വന്തമായിട്ട് സംരക്ഷിക്കണം. അത് ഓരോരുത്തരുടെയും ചുമതലയാണ്. ഇപ്പം എന്താണ്, കല്യാണം കഴിച്ചു വന്നു, രണ്ടാം പക്കം അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയൊക്കെ ഓടിച്ചു വിട്ടിട്ട് തന്നെ അങ്ങ് കഴിയുമ്പോൾ പിള്ളേരെന്നൊരു ബാധ്യത നോക്കേണ്ടതായിട്ട് വരും. അത് ചെയ്തേ പറ്റൂ. ഇവിടെ കൊണ്ട് വീടൊക്കെ വേണ്ടി താമസിച്ചു, അല്ലെങ്കിൽ ഈ വേദനയുള്ള നാട്ടുകാർ ഇവിടെ വന്ന് താമസിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ഇതൊന്നുമില്ല. എന്തായാലും കൊള്ളാം. പണ്ടുള്ളവർ പറയുമായിരുന്നു, പാത്രം അറിഞ്ഞ് വിളമ്പാവൂന്ന്. ശരിക്കും ഇവിടെ അത് ആ വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്ക് വീട് വെച്ച് തന്നതെന്ന്. കൊള്ളാം. അച്ഛന് ചേരുന്ന മകൾക്ക് ചേരുന്ന അച്ഛൻ. രേണുസുധി ഇങ്ങനെ ആയതിൽ വലിയ അത്ഭുതമൊന്നും വേണ്ട. കാരണം മക്കളായ കുടുംബത്തിൽ പിറക്കണം. അസ്സലായിട്ട് കുടുംബത്തിൽ പിറന്നിട്ടുണ്ടല്ലേ. അല്ലെങ്കിൽ നാണമുള്ള അല്ലെങ്കിൽ അല്പം മര്യാദയുള്ള ആരെങ്കിലും പറയൂ ഇങ്ങനെയൊക്കെ? ഒരു നേരമെങ്കിലും നമ്മൾ ഒരാളുടെ സഹായം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അതാണ് വിവരമില്ലാത്ത ഒരു കുടുംബം. അത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ. എന്തായാലും എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആർക്കെങ്കിലും ഒരു സഹായം കൊടുക്കുമ്പോൾ അവരതിന് അർഹരാണോ എന്ന് നോക്കിയിട്ട് സഹായം കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരാളിൽ നിന്ന് സഹായം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരാതിയില്ലാതെ പരിഭവങ്ങളില്ലാതെ അത് കൈനീട്ടി സ്വീകരിക്കുക. പിന്നെ അതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടോ പരാതി പറഞ്ഞിട്ടോ യാതൊരു കാര്യവുമില്ല. കാരണം നമ്മൾ അവരുടെ ഔദാര്യം പറ്റിപ്പോയി.